സ്റ്റാർ സിംഗർ സീസൺ 10ന്റെ 46ാമത് എപ്പിസോഡിൽ എന്തൊക്കെയാണ് ഉണ്ടായതെന്ന് നോക്കാം. ഞായറാഴ്ച മൂവി പ്രീമിയർ ഉള്ളതുകൊണ്ട് ശനിയാഴ്ചയാണ് ക്രിസ്മസ് സെലിബ്രേഷൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇപ്രാവശ്യം ഗ്രാൻഡായി തന്നെയാണ് ക്രിസ്മസ് സെലിബ്രേഷൻ നടത്തിയിട്ടുള്ളത്. ഓപ്പൺ കാറിലാണ് ജഡ്ജസിനെയൊക്കെ ആനയിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. അടിപൊളി ക്രിസ്മസ് സെലിബ്രേഷൻ വൈബ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സാന്താക്ലോസായി വന്ന മിഥുൻ രമേശ് കൂടി പരിപാടി അവതരിപ്പിക്കാനുണ്ടായിരുന്നു. ഫ്ലോർ മുഴുവൻ ക്രിസ്മസ് സിംബൽസൊക്കെയായി അതിമനോഹരമായി തന്നെ ഒരുക്കിയിരുന്നു. കണ്ടസ്റ്റൻസിന് കൊടുക്കാനായി വളരെയധികം സമ്മാനങ്ങൾ ക്രിസ്മസ് ട്രീയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ മത്സരം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗുരുകുലത്തിനാണ് ടോസ് ലഭിക്കുന്നത്. കോൺവെന്റ് സ്കൂളിനെ പാടാനായി പറഞ്ഞയക്കുന്നു. ക്രിസ്തുമസ് ന്യൂ ഇയർ സെലിബ്രേഷന്റെ ടൈം ആയതിനാൽ പുതിയൊരു റൗണ്ട് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സെലിബ്രേഷൻ റൗണ്ട് എന്ന് പേരിട്ടിട്ടുള്ള ഈ റൗണ്ടിൽ ആദ്യമായി മത്സരിക്കാനെത്തുന്നത് കോൺവെന്റ് സ്കൂളിന്റെ കൃഷ്ണശ്രീയാണ്. ക്രോണിക് ബാച്ചിലർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ചുണ്ടത്തു ചെത്തിപ്പൂ ചെണ്ടുവിരിഞ്ഞു എന്ന ഗാനമാണ് കൃഷ്ണശ്രീ പാടുന്നത്. ചിത്ര അയ്യരും MG ശ്രീകുമാറും ചേർന്ന് പാടിയ ഈ ഗാനം ഒരുക്കിയിട്ടുള്ളത് ദീപക് ദേവും കൈതപ്രവുമാണ്. കൃഷ്ണശ്രീക്ക് ലഭിച്ചത് 99 മാർക്കാണ്. പ്രശസ്ത ചലച്ചിത്ര താരം അപർണ ബാലമുരളി കൂടി ഈ എപ്പിസോഡിൽ അതിഥിയായി എത്തുന്നുണ്ട്. മിണ്ടിയും പറഞ്ഞും എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനു വേണ്ടിയാണ് അപർണ എത്തിയിട്ടുള്ളത്. രണ്ടാമതായി മത്സരിക്കാനെത്തുന്നത് ഗൗതം പ്രസാദാണ് സെലിബ്രേഷൻ റൗണ്ടിൽ. തമിഴ് ഗാനങ്ങൾ അതിമനോഹരമായി അവതരിപ്പിക്കുന്ന ഗൗതം പാടുന്നത് പോക്കിരി എന്ന ചിത്രത്തിൽ നവീൻ മാധവ് പാടിയ ഗാനമാണ്. മണി ശർമ്മ കപിലൻ ഒരുക്കിയ ആടുംകട എന്നെ സുറ്റി എന്ന് തുടങ്ങുന്ന തമിഴ് ഗാനം അതിമനോഹരമായി ഗൗതം പ്രസാദ് അവതരിപ്പിച്ചു. ഈ മനോഹര ഗാനത്തിന് ഗൗതമിന് ലഭിക്കുന്നത് 99 മാർക്കാണ്. മിണ്ടിയും പറഞ്ഞും എന്ന ചിത്രത്തിൻ്റെ പ്രോമോ കാണിക്കുകയുണ്ടായി. അപർണ ബാലമുരളിയും ഉണ്ണിമുകുന്ദനുമാണ് നായികനായകന്മാരായി എത്തുന്നത്. സംവിധായകൻ അരുൺ ബോസും നടനായ സൂരജും എത്തിയിട്ടുണ്ട്. മത്സരം തുടരുമ്പോൾ പാടാനെത്തുന്നത് ഗുരുകുലത്തിൻ്റെ സൂര്യനാരായണനാണ്. മല്ലു സിംഗ് എന്ന ചിത്രത്തിലെ അടിച്ചുപൊളി പാട്ടാണ് സൂര്യൻ പാടുന്നത്. രാജീവ് ആലുങ്കൽ M ജയചന്ദ്രൻ ടീമിൻ്റേതാണ് ഈ ഗാനം. കാക്ക മലയിലെ കായ്ക്ക മരത്തിലെ എന്ന് തുടങ്ങുന്ന ഈ ഗാനം അതിമനോഹരമായി സൂര്യൻ അവതരിപ്പിച്ചു. അലക്സ് M ജയചന്ദ്രൻ, നിഖിൽ രാജ് എന്നിവരാണ് ഈ ഗാനം പാടിയിട്ടുള്ളത്. ചെറിയ മിസ്റ്റേക്കുകൾ കാരണം 99 മാർക്കാണ് സൂര്യന് ലഭിച്ചത്. അടുത്തതായി പാടാനെത്തുന്നത് ഗുരുകുലത്തിൻ്റെ തന്നെ ഗായത്രി മേനോനാണ്. KS ചിത്ര, സുജാത മോഹൻ, സംഗീത എന്നിവർ ചേർന്നു പാടിയ അതിമനോഹരമായൊരു ഗാനമാണ് ഗായത്രി സെലക്ട് ചെയ്തിട്ടുള്ളത്. രാക്കിളിപ്പാട്ട് എന്ന ചിത്രത്തിലെ ഗാനമാണ്. ദും 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 ദൂരെ ഏതോ എന്ന് തുടങ്ങുന്ന ഈ അതിമനോഹരമായ ഗാനം മികച്ച രീതിയിൽ ഗായത്രി അവതരിപ്പിച്ചു. ചെറുതായി ഒരു വിറയൽ പോലെ ഉണ്ടായിരുന്നു ത്രൂ ഔട്ട് പെർഫോമൻസിൽ. വിദ്യാസാഗർ ഗിരീഷ് പുത്തഞ്ചേരി ടീമിൻ്റേതാണ് ഈ ഗാനം. മികച്ച ഈ ഗാനത്തിന് 99.5 മാർക്ക് ലഭിച്ചു ഗായത്രിക്ക്. കോൺവെന്റ് സ്കൂളിന് ലഭിച്ച സ്കോർ 198 ആയിരുന്നു. ഗുരുകുലത്തിന് 198.5 മാർക്ക് നേടി ഗുരുകുലം വിജയിച്ചു. ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ ആയി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഗായത്രിയെ തന്നെയാണ്. എപ്പിസോഡിൻ്റെ അവസാനത്തിൽ ഗസ്റ്റിനെയൊക്കെ സ്റ്റേജിലേക്ക് വിളിച്ച് ജഡ്ജസും കണ്ടസ്റ്റൻസും എല്ലാവരും ചേർന്ന് ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്ത് അടിപൊളി സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.